കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികൾക്ക് കണ്ണീരോടെ വിട ചൊല്ലി കേരളം. കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. ഒരുപാട് സ്വപ്നങ്ങളുമായി പ്രവാസ ജീവിതത്തിലേക്ക് കടന്ന 23 മലയാളികളാണ് ഇനിയൊരു മടക്കമില്ലാത്ത യാത്രയ്ക്കായി ചേതനയറ്റ് നാടണഞ്ഞത്. രാവിലെ 10:30-ഓടെയാണ് മൃതദേഹങ്ങളും വഹിച്ചുള്ള വിമാനം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വച്ചപ്പോൾ വിമാനത്താവളം സങ്കടക്കടലായി മാറി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, തമിഴ്നാട് മന്ത്രി KS മസ്താൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, MLA-മാർ അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി. ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മലയാളികൾക്കൊപ്പം 7 തമിഴ്നാട് സ്വദേശികളുടെയും 1 കർണാടക സ്വദേശിയുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മൃതദേഹങ്ങൾ ജന്മനാട്ടിലെത്തിക്കുന്നതിൽ പ്രത്യേകം സജ്ജീകരണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ 24 പേരിൽ 10 പേർക്കാണ് നാട് വിട ചൊല്ലിയത്. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കാൻ കഴിയാതെ അവർ ഇനി തിരിച്ചുവരവില്ലാത്തൊരു ലോകത്തേക്ക് മടങ്ങി. വിവരങ്ങൾ നമിത നൽകും. നമിത, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാം. ലിബീഷ്, കുവൈത്ത് ദുരന്തത്തിൽ മരണമടഞ്ഞ 12 പേരുടെ സംസ്കാര ചടങ്ങുകളും പൂർത്തിയായിരിക്കുകയാണ്. ഇനി തിരിച്ചുവരവില്ലാത്തൊരു ലോകത്തിലേക്ക് അവർ മടങ്ങിക്കഴിഞ്ഞു. കുടുംബത്തിൻ്റെയൊക്കെ പ്രതീക്ഷയായിരുന്നു അവർ. കടങ്ങളൊക്കെ തീർത്ത് പുതിയ വീട് വെക്കണം എന്നൊക്കെയുള്ള പ്രതീക്ഷകളുമായാണ് പലരും പ്രവാസ ജീവിതത്തിലേക്ക് കടന്നത് തന്നെ. സ്വന്തമായൊരു സ്ഥലത്ത് വീട് വെക്കണമെന്നൊരു ആഗ്രഹത്തോടെയാണ് തിരുവനന്തപുരം സ്വദേശിയായ അരുൺ ബാബു കടൽ കടന്നത്. ഇന്ന് അതേ സ്ഥലത്ത് തന്നെയാണ് അരുൺ ബാബു അന്ത്യവിശ്രമം കൊള്ളുന്നത്. തിരുവനന്തപുരം വർക്കല സ്വദേശിയായ ശ്രീജേഷ് തങ്കപ്പൻ്റെ മൃതദേഹം സഹോദരിയുടെ ഭർത്തൃ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകിട്ടോടെയാണ് കുടുംബ വീട്ടിൽ സംസ്കരിച്ചത്. 10 വർഷം മുൻപ് തന്നെ ശ്രീജേഷിൻ്റെ അമ്മ മരണപ്പെട്ടിരുന്നു. അച്ഛനെ കാണാതായിട്ട് ഏകദേശം 1 വർഷവും പിന്നിട്ടു. അതുപോലെ കൊല്ലം ശൂർനാട് സ്വദേശി ഷമീർ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. അടുത്ത മാസം നാട്ടിൽ വരാനിരിക്കെയാണ് ഷമീറിനെ തേടി ഈ ദുരന്തം എത്തിയിരിക്കുന്നത്. താമരക്കുളം കല്ലൂർ മസ്ജിദിലാണ് ഷമീറിനെ കബറടക്കിയത്. കൊല്ലം സ്വദേശിയായ സുമേഷ് എസ് പിള്ളയുടെ സംസ്കാരവും പൂർത്തിയായിട്ടുണ്ട്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ മടങ്ങിയെത്തിയ പത്തനംതിട്ട സ്വദേശിയായ PV മുരളീധരൻ നായർ ഏറ്റെടുത്ത കരാർ ജോലികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് വീണ്ടും കുവൈറ്റിലേക്ക് മടങ്ങിയത്. എന്നാൽ ഇതൊരു അവസാന യാത്രയെന്ന് അദ്ദേഹവും അറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളും പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ മലപ്പുറം സ്വദേശിയായ ബാഹുലേൻ്റെയും നൂഹിൻ്റെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെയാണ് ബാഹുലേൻ്റെയും നൂഹിൻ്റെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള 12 പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതായിരിക്കും. കൊല്ലം സ്വദേശിയായ സാജൻ ജോർജ് ലൂക്കോസ്, കണ്ണൂർ സ്വദേശിയായ UK അനീഷ് കുമാർ എന്നിവരുടെ മൃതദേഹങ്ങൾ, പിന്നെ പത്തനംതിട്ട സ്വദേശിയായ ആകാശ് S നായർ എന്നിവരുടെ സംസ്കാരം നാളെയാണ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. പത്തനംതിട്ട സ്വദേശിയായ തോമസ് ഉമ്മൻ, കോട്ടയം സ്വദേശിയായ ഷിബു വർഗീസ്, ശ്രീഹരി എന്നിവരുടെ സംസ്കാരം ഞായറാഴ്ച നടക്കുന്നതാണ്. പത്തനംതിട്ട സ്വദേശിയായ സിബിൻ T എബ്രഹാം, സജു വർഗീസ്, കോട്ടയം സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു എന്നിവരുടെ സംസ്കാരം തിങ്കളാഴ്ച നടക്കും. ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശി മാത്യു തോമസിൻ്റെ മൃതദേഹം സംസ്കരിക്കുക ചൊവ്വാഴ്ചയായിരിക്കും. ലിബീഷ്. ശരി നമിത. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉച്ചയ്ക്ക് 2:30-ഓടെയാണ് ചാവക്കാട് പാലയൂരിലെ വീട്ടിലെത്തിച്ചത്. ചേതനയറ്റ ബിനോയിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചതോടെ ദുഃഖം അടക്കാനാവാതെ പലരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു.
കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഗുരുവായൂർ MLA NK അക്ബറും അടക്കമുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും നൂറുകണക്കിന് നാട്ടുകാരും ബിനോയ്ക്ക് അന്ത്യോപചാരമർപ്പിക്കാൻ വീട്ടിലെത്തിയിരുന്നു. കുന്നംകുളം വീണാകൽ ബെറിയൽ സെമിത്തേരിയിൽ നടന്ന സംസ്കാര ചടങ്ങിലും നിരവധി പേർ പങ്കെടുത്തു. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് ബിനോയിയുടെ കുടുംബം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിനാണ് നൽകുന്നത്. കാസർഗോട്ടെ 2 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. കുവൈറ്റിലെ തീപിടുത്തത്തിൽ ഇരുവരുടെയും മൃതദേഹം സംസ്കരിച്ചു. കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള രഞ്ജിത്ത്, അതുപോലെ തന്നെ തൃക്കരിപ്പൂർ സ്വദേശിയായിട്ടുള്ള കേളു എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ സംസ്കരിച്ചത്. വൈകിട്ട് 7:30 നാട്ടിലെത്തിച്ച മൃതദേഹത്തിൽ സാംസ്കാരിക പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി അന്തിമോപചാരം അർപ്പിച്ചു. വികാരപരമായ നിമിഷങ്ങളിലൂടെയാണ് നാട് കടന്നുപോയത്. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെയാണ് ഈ മൃതദേഹം ഇവർ ഏറ്റുവാങ്ങിയത്. ഇതുമായി ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ സംസ്കരിച്ചിരിക്കുന്നു. ശരി ജോസഫ്. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശികളുടെ വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നുണ്ട്. അമൽ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാം. ലിബീഷ്, കുവൈത്തിലെ തീപിടുത്തത്തിൽ കണ്ണൂർ ജില്ലയിലെ 3 പേരായിരുന്നു മരിച്ചിരുന്നത്. കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണ, വയക്കരയിലെ നിതിൻ, കുറുവ സ്വദേശി UK അനീഷ് കുമാർ, ഇവിടെ 3 പേരുടെയും മൃതദേഹം ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ജന്മനാട്ടിലേക്ക് എത്തിച്ചു. ആയിരക്കണക്കിന് പേരായിരുന്നു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു നിമിഷം തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ വിശ്വാസ് കൃഷ്ണയുടെ മൃതദേഹം ഏകദേശം ഒരു 5 മണിയോടുകൂടി തന്നെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ്, അതായത് ഒരു 9 മാസം മുൻപ് മാത്രമാണ് വിശ്വാസ് കൃഷ്ണ കുവൈത്തിലേക്ക് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ഇതിനു മുൻപേ അദ്ദേഹം ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയായിരുന്നു. 9 മാസം മുൻപാണ് കുവൈത്തിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. ആയിരക്കണക്കിന് പേരായിരുന്നു ഏറ്റവും അവസാനമായി വിശ്വാസ് കൃഷ്ണയെ ഒന്ന് കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും വേദനയുണ്ടാക്കിയ മറ്റൊരു കാര്യം, വെറും 3 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മകൻ ദൈവികായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിതയ്ക്ക് ഏറ്റവും അവസാനമായി തീ കൊളുത്തിയിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ വയക്കര സ്വദേശി നിതിൻ്റെ മൃതദേഹം വൈകുന്നേരം 7:30 കൂടിയാണ് വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ വീട്ടിലായിരുന്നു നിതിൻ്റെ താമസം. 6 വർഷങ്ങൾക്ക് മുൻപായിരുന്നു അദ്ദേഹം കുവൈത്തിലേക്ക് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോയത്. കഴിഞ്ഞ ഡിസംബർ അവസാനത്തോടു കൂടി അദ്ദേഹം നാട്ടിലേക്ക് എത്തുകയും ഈ വർഷം ജനുവരിയിൽ അദ്ദേഹം തിരിച്ച് വീണ്ടും കുവൈത്തിലേക്ക് പോവുകയുമായിരുന്നു. ഒരു വീടെന്ന സ്വപ്നം ബാക്കി വെച്ചാണ് നിതിൻ ഇപ്പോൾ ഇവിടെ നിന്നും പോയിരിക്കുന്നത്. പുതിയൊരു വീടിന് വേണ്ടി തറ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനമായി ഇതിൻ്റെ മൃതദേഹം ഒരു 10 മിനിറ്റോളം ആ ഒരു പുതിയ വീടിന് വേണ്ടി കെട്ടിവെച്ച തറയ്ക്ക് മുകളിൽ വെച്ചതിന് ശേഷം പൊതുദർശനത്തിന് ശേഷം വയക്കരയിലെ ശ്മശാനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അതേസമയം തന്നെ കണ്ണൂർ ജില്ലയിലെ കുറുവ സ്വദേശിയായ UK അനീഷ് കുമാറിൻ്റെ മൃതദേഹവും വൈകുന്നേരത്തോടുകൂടി വീട്ടിലേക്ക് എത്തിച്ചു. നാളെയോടുകൂടിയാകും ഈ മറ്റ് കർമ്മങ്ങളൊക്കെ തന്നെ നടത്തി അനീഷ് കുമാറിൻ്റെ മൃതദേഹം സംസ്കരിക്കുക. ലിബീഷ്. ശരിയാമൽ.